ഇന്നൊരു അടിപൊളി ചിയ പുഡിംഗ് റെസിപ്പി ആയാലോ. വളരെ സിമ്പിളാണ്. ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം അടിപൊളിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു 2 സ്പൂൺ ചിയ സീഡ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് പാലൊഴിക്കുകയാണ്. ഇത് നമ്മളൊരു 24 അവേഴ്സ് അല്ലെങ്കിൽ ഒരു ഓവർ നൈറ്റ് എങ്കിലും കീപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കിട്ടത്തുള്ളൂ. നന്നായിട്ട് ആ ചിയ സീഡ്സൊക്കെ ആ പാലിൽ സോക്കായി വരത്തുള്ളൂ. അതിലിട്ട് ഞാൻ ഫ്രൂട്ട്സ് ആഡ് ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന ആപ്പിളാണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന ഈ ഫ്രൂട്ട്സ് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് അവൈലബിൾ ആണോ ആ ഫ്രൂട്ട്സൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ലെയർ ആപ്പിൾ, ദെൻ അതിന് ശേഷം ഞാൻ ഗ്രീക്ക് യോഗട്ട് ഒരു ലെയർ കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് ഞാൻ സ്ട്രോബെറി കൊടുത്തു. എഗെയിൻ ഒരു ലെയറും കൂടി ഗ്രീക്ക് യോഗട്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഗ്രേപ്സ് ആണ്. ഗ്രീൻ ഗ്രേപ്സ് കൊടുത്തു. അതിന് മുകളിലായിട്ട് ചെറിയൊരു സ്പൂണും കൂടി യോഗട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് ഫൈനൽ ടോപ്പിംഗ് ആയിട്ട് ഓറഞ്ചും കൂടി കൊടുത്തിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ പീസസ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ അതിന് മുകളിലോട്ട് ഞാൻ എഗെയിൻ ഒരു സ്പൂൺ ചിയ സീഡ് കൂടി ആഡ് ചെയ്തു. അത് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒന്ന് ഡെക്കർ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. ദെൻ ഫൈനലി ഹണി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഹണി ഒരു ഓപ്ഷണൽ കണ്ടൻ്റ് ആണ്. ഹണി വേണം നിർബന്ധമില്ല. ഇപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഒരു സോർ ടേസ്റ്റ് വരുന്നതായതുകൊണ്ട് ഞാൻ കുറച്ചൊരു സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഹണി ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്. നല്ല അടിപൊളി എമ്മി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഡു സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.